അസ്സലാമലൈക്കും. തങ്ങള് ഇപ്പോ വ്യാപകമായിട്ട് വിഘടിതര് പ്രചരണം നടത്തുന്നുണ്ട്. ഈ ഷായറെ മുബാറക്ക് എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ട് നടക്കുന്ന ആ മുടി, അതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പ്രചരണം നടത്തുന്നത്. എന്താണ് തങ്ങളുടെ വിശദീകരണം? അത് അവരിവിടെ വന്നത് അവരുടെ ഒരാളുടെ കൂടൽ സംബന്ധിച്ച് ക്ഷമിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അത് ഇവിടെ പാലക്കാട്ടിലാണ്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഇവര് ഗ്രൂപ്പിൻ്റെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പാത്തിരക്കിൻ്റെ ഇടയിൽ കൂടെ അവർ വന്ന് ഞാൻ പറഞ്ഞു ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല, ഫോട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അടിയിലാണ് പിന്നെ അവർ മൊബൈലിൽ തോന്നുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവരാ സാറ് മുബാറക്കാണ് അല്ലേ പറയപ്പെടുന്നു. അപ്പൊ അതിനോട് എനിക്ക് യോജിപ്പുണ്ടായിട്ടോ അല്ലെങ്കിൽ അതിനെ സ്ഥിരീകരിക്കാമെന്നായിട്ടോ വാങ്ങിയതോ അല്ലെങ്കിൽ കൊടുത്താലോ പെട്ടെന്ന് ഞാൻ യാദൃശ്ചികമായിട്ട് അവര് ഒരേ കൂടെ ക്ഷമിക്കാൻ വന്നപ്പോൾ അതിനാൾക്ക് അപ്പൊ അവരങ്ങനെ പെട്ടെന്ന് വന്നപ്പോ അത് യാദൃശ്ചികമായിട്ട് നടന്നു മാത്രമേ. അപ്പൊ ഉടനെ നിർത്തിയെന്നും പറഞ്ഞു ഫോട്ടോ. ഈ ഫ്ലക്സ് പ്രചരിപ്പിച്ച് തങ്ങൾ അതിന് അനുകൂലമാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് കേരളത്തിന്റെ പലയിടങ്ങളിലും ഫ്ലക്സുകൾ പോകുന്നുണ്ട്. അപ്പൊ അതിനോട് താങ്കൾക്ക് ഒരിക്കലും യോജിപ്പില്ലല്ലോ? അതിനെ സംബന്ധിച്ച് തന്നെ അതിന്റെ പിറ്റേന്ന് പ്രസ്താവന കൊടുത്തല്ലോ. ഞാൻ ഈ പ്ലസ് പോകണം, അതുപോലെ തന്നെ ഈ ഫോട്ടോ കൊടുക്കലൊക്കെ അത് വളരെ സ്ഥലം താഴ്ന്ന ഒന്നാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനോട് ആയിരിക്കും എനിക്കൊരു യോജിപ്പില്ല. അത് അവര് മുതലെടുത്തത് മാത്രമേ ഉള്ളൂ. സനതും തെളിവും ഒന്നുമില്ലാത്ത രീതിയിൽ വിഘടന വിഭാഗം നടത്തുന്ന ഈ മുടി, അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? അപ്പോ സംസ്ഥാനത്തെ ചെറുശ്ശേരി ഉസ്താദ് തന്നെ കാളമ്പാടി ഇവരൊക്കെ പറയുന്ന ആ നിലപാടിന് അപ്പുറം നമുക്കൊന്നും ഇല്ല. അവർ പറയുന്ന ഇതാണ് നമുക്ക് ശരിയായിപ്പോ ശരി, മറ്റുള്ള പറയുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കോഴിക്കോട് ഈയിടെ SKSSFന്റെ ഒരു വിശദീകരണ സമ്മേളനം നടന്നു. അത് തങ്ങളുടെ അറിവോട് തന്നെയല്ലേ നടന്നത്? എന്നോട് പിന്നെ അബ്ബാസും അതുപോലെ തന്നെ ഓണപ്പള്ളി എന്ന് വന്നിട്ട് ലാസ്റ്റ് അവസാന തലേ ദിവസം അവർ വന്നിട്ട് അതിന് മുമ്പ് അങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ തലേ ദിവസം വന്നിട്ടുണ്ടാകും. എന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് അത് നടന്നത്. തങ്ങള് അറിയാതെ തന്നെയാണ് SKSSFകാര് മുൻകൈ എടുത്ത് ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. തങ്ങൾക്ക് അതിന് എതിർപ്പാണ് എന്നുള്ളതോടെ പ്രചരിപ്പിക്കുന്നത്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന്? അത് SSFന്റെ ആൾക്കാർ ദുർവ്യാഖ്യാനം നടത്തുകയാണ്. അത് ഇത് ശരിയല്ലാന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ശരിയല്ലാണ്ട് ഒരു ധാരണ ആളുകളുടെ ഇടയിൽ വരും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ചെയ്യുന്നത്. ചില SSFന്റെ പ്രവർത്തകരെന്ന പേരിൽ തങ്ങളെ ഫോണിൽ വിളിച്ച് ആരെങ്കിലും വഞ്ചിക്കാൻ ശ്രമിച്ചതായിട്ട് തങ്ങൾക്ക് തോന്നുന്നുണ്ട്? അങ്ങനെ ഈ വിഷയം പറഞ്ഞിട്ട് ആരാണ് ഗൾഫിൽ നിന്ന് ധാരാളം ഇങ്ങനെ കണ്ടറച്ചിട്ട് സംസാരിക്കുക തങ്ങളതിന്റെ മെമ്പറാണ് മറ്റേ പിന്നെ അങ്ങനെ വിഷയം ഞാൻ പറഞ്ഞു എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല പറഞ്ഞത്. ഏതായാലും ഈ കാര്യത്തിൽ തങ്ങളുടെ ഈ നിലപാട് വ്യക്തമാണ്. സമസ്തയുടെ നിലപാട് തന്നെയാണ് തങ്ങളുടെ നിലപാടുണ്ട്. അത് തന്നെയാണ് നമ്മളെല്ലാവരും നിലപാട്. അതുപോലെ തന്നെ സംസ്ഥാന ഭീകരങ്ങൾ ഒരഭിപ്രായം സമസ്തയുടെ നിലപാടിന് എതിരായിട്ടാണ് SKSSF പോകുന്നതെന്ന് ഒരു അഭിപ്രായം എന്തായാലും തങ്ങൾക്കില്ലല്ലോ? പോകില്ല. പിന്നെ വേറെ ഇതിനോട് ബന്ധപ്പെടാത്ത ഒരു ചോദിച്ചാൽ ഇത് ബന്ധപ്പെട്ടാണ് തങ്ങൾ സമസ്ത മുഷാവറാൻ കാണുന്നത്. ഇന്ന് 2 ദിവസമായിട്ട് പത്രങ്ങളിൽ സിറാജിലും ചരിത്രത്തിലൊക്കെ കണ്ടു സംസ്ഥയുടെ സെക്രട്ടറി നീക്കി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പത്രപ്രസ്ഥാനം. എന്താണ് അതിന്റെ നിജസ്ഥിതി? എന്താണ് അതിന്റെ യഥാർത്ഥം ഇവിടെ ശരിക്കും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആർക്കും സംസ്ഥാനത്തെ സെക്രട്ടറി സ്ഥാനത്ത് നീക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്നും സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കും. ഇനിയെങ്കിലും നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പോലെ നീങ്ങും ചെയ്യും. കോടതി മുഖേന മറ്റെങ്കിൽ ഉപയോഗിച്ചിട്ട് ഇപ്പോഴും ചർച്ചയിലെത്താതെ തന്നെ ഉണ്ട് അവരുടെ ചില സ്വതന്ത്രങ്ങളാണ്. ആൾക്കാരുടെ വേണ്ടാത്ത കാര്യങ്ങൾ ഇതേമാതിരി തന്നെയാണ്. വെറും കള്ളപ്രചരണങ്ങളാണ് ഉണ്ടാവാൻ ഇത് ഏറ്റവും വലിയ തെളിവാണ്. ഏതായാലും
ഓൺലൈനിലൂടെ ഉള്ള STFSന്റെ കീഴിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തെ തങ്ങൾ എങ്ങനെ കാണുന്നു? ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രവർത്തനങ്ങൾ സ്ത്രീകളും കുട്ടികളും അടക്കം നമ്മുടെ നേതാക്കന്മാരുടെ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ആദർശ തുടങ്ങിയ പഠന ക്ലാസുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലത്തെ ബഹുമാനപ്പെട്ടവരോടൊക്കെ സംസ്ഥാനങ്ങൾ എത്തിക്കുന്നുണ്ട്. ഈ ഒരു പ്രവർത്തനത്തെ എങ്ങനെയാണ് തങ്ങൾ കാണുന്നത്? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ആശയ പ്രചരണത്തിന്റെ ആവശ്യം അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രചാരണ പരിപാടികളെ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ഈ പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയും ചെയ്യും. ഇത്രയും നേരം KCR വേണ്ടി സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. അള്ളാഹു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം